ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നല്ല കടായി ചിക്കൻ ഉണ്ടാക്കിയാലോ? മുക്കാൽ കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് കഴുകി വെള്ളം വാരാനായി നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ആദ്യം കടായിക്ക് ആവശ്യമായിട്ടുള്ളൊരു മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം എന്നിവ ഇട്ട് ആദ്യം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. വറുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. ചൂടായതിന് ശേഷം 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റാം. സവാള ഏകദേശം ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പൊടികളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. കൂട്ടത്തിൽ ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കടായി മസാല. നമ്മൾ ആദ്യം ഉണ്ടാക്കിയല്ലോ കടായി മസാല, അതിൽ നിന്ന് 1 ടീസ്പൂൺ. എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ സിമ്മിലിട്ട് വേണം മസാലകൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ മസാലയെല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 തക്കാളി, മിക്സിയിൽ അരച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 10 കാഷ്യൂനട്ട് കൂടി തൈരിൻ്റെ കൂടെ ചേർത്ത് ഞാൻ അരച്ച് വെച്ചിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ കാഷ്യൂനട്ട് ഇല്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, തൈര് മാത്രം ഒഴിച്ചാൽ മതി. ഒരു പിടി മല്ലിയിലയും കൂടി നമുക്ക് ഈ സമയം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കാനായി നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഇത് മൂടി വെച്ച് അരമണിക്കൂർ നേരം നമുക്ക് വേവിക്കാം. തീ സിമ്മിലായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ നേരം നമുക്ക് കസൂരി മേത്തി ഒന്ന് പൊടിച്ചു വയ്ക്കാം. ഒരു പ്ലേറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ആ ചൂടായ പ്ലേറ്റിലേക്ക് 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൈകൊണ്ട് പതുക്കെ ഇങ്ങനെ ഞെരടി കൊടുത്താൽ തന്നെ അത് പൊടിഞ്ഞു കിട്ടും. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മല്ലിയില ഇട്ട് കൊടുക്കാം. കൂടാതെ നമ്മളിപ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കസൂരി മേത്തിയും വിതറി കൊടുക്കാം. സാധാരണ കടായി ചിക്കനിൽ ക്യാപ്സിക്കൊക്കെ ഇടാറുണ്ട്, പക്ഷേ ഞാനിതിൽ ക്യാപ്സിക്കം ഇടുന്നില്ല. നമുക്ക് എപ്പോഴും വീടുകളിൽ ക്യാപ്സിക്കൊക്കെ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ ക്യാപ്സിക്കം ഇല്ലാതെ നമുക്ക് കടായി ചിക്കൻ നല്ല രുചിയിൽ തന്നെ വയ്ക്കാൻ സാധിക്കുന്നു. ഇത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നെയ്പ്പത്തലിൻ്റെയും പത്തിരിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ.